ജാസ്മിന്റെ മുഖത്തടിച്ച പോലെ ഗബ്രി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് കരുതി നിന്നെ കല്യാണം കഴിക്കാനോ അതുപോലെ റിലേഷൻഷിപ്പിലോട്ട് പോകാനോ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം എന്താന്നല്ലേ, പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ വീഡിയോ വന്നിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകണ്ട. അപ്പൊ എന്താ നമുക്ക് വീഡിയോ കുറിച്ച് സംസാരിക്കാം. എന്താ പ്രോമോ എന്ന് വെച്ചാൽ പ്രോമോ വേറെ ഒന്നല്ല, ഇതുപോലെ ജാസ്മിനും റസ്മിനും ഗബ്രിയും ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഡിസ്കഷൻ ആണ്. അതപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിതിന് അടിവരയിടണം. കാര്യം വേറെ ഒന്നല്ല, ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പിനായിട്ട് മുകളിലെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാണുന്നത് ഒരു ലവ് പോലെ, അതായത് ഒരു പ്രണയത്തെ പോലെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗബ്രി ആണെങ്കിൽ പറയുന്നുണ്ട് ഇതിനൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പുറത്തു പോകണം അല്ലെങ്കിൽ ജാസ്മിൻ പുറത്തു പോകണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജാസ്മിൻ അപ്പൊ പറയുന്നുണ്ട് നിനക്കപ്പോ എത്ര കാലം ഇങ്ങനെ ഒരു സത്യത്തെ കള്ളമായി പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഞാൻ എന്ത് സത്യത്തെയാണ് കള്ളമായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ എന്തായാലും പറയാം, എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. റസ്മിന്റെ അടുത്താണ് പറയുന്നത്. അപ്പോഴാണ് ഗബ്രി പറയുന്നത് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് എന്ന് കരുതി ജാസ്മിനെ ഒരു റിലേഷൻഷിപ്പിലാകാനോ അതുപോലെ തന്നെ ജാസ്മിനെ കല്യാണം കഴിക്കാനോ എനിക്ക് താല്പര്യമില്ലത്. അത് കേട്ടപ്പോ തന്നെ ജാസ്മിൻ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിൻ എന്താണ് അറിയേണ്ടത് അതെന്തായാലും കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ മുഖത്ത്, ജാസ്മിന്റെ മുഖത്ത് സങ്കടമാണ് കാണുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരായതുകൊണ്ട് തന്നെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ജാസ്മിൻ തന്നെ ഗബ്രിയുടെ പുറകെ പോകും, ഗബ്രി അല്ലെങ്കിൽ ജാസ്മിന്റെ പുറകെ പോകും. ഇതായിരിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായ രീതിയിലൊന്നും പറയുന്നില്ല. കാര്യം ജാസ്മിന്റെയും ഗബ്രിയുടെയും ബന്ധം ഇവിടെ അവസാനിച്ചു അല്ലെങ്കിൽ ജബ്രി എന്നൊരു ഇത് ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഒരു പ്രാവശ്യം ഞാനിവിടെ വീഡിയോ ഇട്ടു ഭയങ്കരമായ ഇതൊക്കെ കൊടുത്തിട്ട് പിറ്റേ ദിവസമല്ല, കുറച്ച് മണിക്കൂറുകൾ ആയില്ല അപ്പത്തേക്ക് ഇവർ തമ്മിൽ ഒട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ സംഭവം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇവരൊരു കാര്യമായി വേറെ അല്ലാതെ നമുക്ക് വിചാരിക്കാൻ ചിലപ്പം ശരിയായിരിക്കും ഇനി ഇപ്പം നിർത്തി എല്ലാം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്മുടെ റസ്മിൻ വേണമെങ്കിൽ ചോദിച്ചു കാണും എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന്. അതുകൊണ്ടായിരിക്കണം ജാസ്മിൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ഒരു മിനിറ്റുകൾ കഴിയണ്ട കേട്ടോ, വേണമെങ്കിൽ 10 മിനിറ്റ് പോലും ആവണ്ട, അപ്പത്തേക്ക് രണ്ടുപേരും കെട്ടിപ്പിടിക്കും. ഐ മിസ് യുടാ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണ്ടത്. എന്നിട്ട് ഇന്ന് കുറച്ചു നേരം മുന്നേ കണ്ടില്ലേ എന്തോ ജാസ്മിൻ ഹൃദയം പൊളിച്ച് കാണിച്ചെന്നൊക്കെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും കൂടുതലൊന്നും വിശ്വസിക്കൊന്നും വേണ്ട. അതായത് നമ്മുടെ ജബ്രി ബന്ധം പിരിഞ്ഞു പോയെന്ന് വിചാരിക്കണ്ട. പിന്നെ നമ്മുടെ ജബ്രിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായി കാണുമായിരിക്കും പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട, എന്തായാലും ഒരു 5-10 മിനിറ്റിന്റെ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പത്തേക്കും അവര് ഇങ്ങനെ ഒന്നിച്ച് കാണും. അതുകൊണ്ട് ഞാനും ഭയങ്കരമായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നാളെ എന്തായാലും കാണാം. അതുപോലെ തന്നെ പുതിയ വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.